ഇപ്പോൾ NDAക്കൊപ്പം കൂടി സേഫ് സോൺ പ്രതീക്ഷിച്ച സാബു ജേക്കബിന് മുന്നിൽ കണക്കുകൂട്ടലുകൾ തെറ്റുമോ? അത് ഏകദേശം അറിയാൻ പോകുന്ന മണിക്കൂറാണിത്. കൂടെ നിന്ന വോട്ട് ബാങ്ക് കൈവിടുമോ എന്നറിയണം. എത്ര പേർ 2020 വിടും? കാത്തിരിക്കുകയാണ് നമ്മൾ. ഒരു വാർത്താ സമ്മേളനമൊക്കെ പ്രതീക്ഷിക്കുന്ന മണിക്കൂറാണിത്. കരുത്തു കാട്ടിയുള്ള മോദിയുടെ പ്ലാനിൽ സാബുവിനെ കാത്തിരിക്കുന്ന വമ്പൻ സർപ്രൈസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ അതെപ്പോൾ പ്രഖ്യാപിക്കും? വിശദമായി കിടക്കാം. നരേന്ദ്രമോദിക്കൊപ്പം മുൻനിരയിൽ തന്നെ വേദി പങ്കിട്ട് സാബു എം ജേക്കബ്. പരിപാടിയിൽ മുൻനിരയിൽ തന്നെ സാബുവിന് സ്ഥാനം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സർപ്രൈസ് സീറ്റ് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനിയുള്ള ആകാംക്ഷ. ആദിൽ പാലോട് ചേരുന്നു വിശദാംശങ്ങളുമായി. അതിൽ തൊട്ടടുത്ത് തന്നെ എന്തായാലും സാബുവിന് സീറ്റുണ്ടായിരുന്നു. ഔദ്യോഗിക പ്രഖ്യാപനമൊക്കെ ഇന്നലെ നടന്നതിന് ശേഷം മോദിയുള്ള ഒരു വേദിയിൽ പരിഗണിക്കപ്പെട്ടു എന്ന് തന്നെയല്ലേ 2020യുടെ വിലയിരുത്തൽ? ഇനിയിപ്പോൾ എന്താണ് നടക്കാൻ പോകുന്നതെന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്കൊക്കെ നമുക്കെത്താം. എന്തായാലും ഇന്ന് മോദി പങ്കെടുത്ത പരിപാടിയിൽ സാബുവിന് എത്രത്തോളം പരിഗണന ലഭിച്ചു? 2020 എത്രത്തോളം സംതൃപ്തരാണ്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൊട്ടടുത്ത് ആരിയ്ക്കുന്നു എന്നുള്ള ചോദ്യം വളരെ പ്രധാനമാണ്. പ്രധാനമന്ത്രിയുടെ വലതുഭാഗത്ത് ആദ്യം വരുന്നത് ഈ BDJSന്റെ നേതാവ് തുഷാർ വെള്ളാപ്പള്ളിയെങ്കിൽ തൊട്ടടുത്ത കസേരയിൽ സാബു എം ജേക്കബിന് ഇരിപ്പിടം കിട്ടി എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി BJPക്കാർ അത്രയും ആരാധിക്കുന്ന നേതാവ് തിരുവനന്തപുരത്ത് വരുമ്പോൾ രണ്ടാമത്തെ അടുത്ത കസേരയിലേക്ക് സാബു എം ജേക്കബ് ഇരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമായി തന്നെ വിലയിരുത്തണം. അത് സാബു എം ജേക്കബിനും 2020ക്കും BJP കൊടുക്കുന്ന പരിഗണനയായി കൂടി വിലയിരുത്തേണ്ടതുണ്ട് റോഷ്നി. മാത്രമല്ല, സാബു എം ജേക്കബ് ഇരിക്കുന്നു, തുഷാർ വെള്ളാപ്പള്ളി ഇരിക്കുന്നു, പ്രധാനമന്ത്രി, അതിനപ്പുറത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ ഇരിക്കുന്നു. അങ്ങനെയായിരുന്നു ഇരിപ്പിടങ്ങളുടെ ഘടന. അപ്പോൾ തന്നെ സാബു എം ജേക്കബിനെ ചൂണ്ടി പ്രധാനമന്ത്രിക്ക് സാബു എം ജേക്കബിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന രാജീവ് ചന്ദ്രശേഖറിനെയും ഇന്ന് നമുക്ക് കാണാനായി. അത് പരിപാടി തുടങ്ങുന്ന ഘട്ടത്തിലായിരുന്നു. ആ രൂപത്തിൽ ഏതായാലും പ്രധാനമന്ത്രി വരുന്നു എന്നുള്ളതുകൂടി പരിഗണിച്ചാണ് പ്രഖ്യാപനവും ഈ NDAയിലേക്ക് ചേരുന്നു 2020 വരുന്നു എന്ന പ്രഖ്യാപനം ഇന്നലെ തന്നെ വരുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് എന്ന രൂപത്തിൽ പ്രഖ്യാപനം നടത്താനുള്ള ഒരു അന്തിമ തീരുമാനത്തിലേക്ക് BJP പോവുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് വളരെ വേഗത്തിലുള്ളൊരു പ്രഖ്യാപനം നടത്തിയത്. അതിന് പിന്നാലെ പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ ഒരു പ്രധാന സ്ഥാനം നൽകി എന്നുള്ളത് 2020യെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് സാബു എം ജേക്കബിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ഒരു ഐക്യവും ഈ പരിഗണനയും തുടർന്നും പോകുമോ എന്ന ചോദ്യം. ഒപ്പം തന്നെ ആ സമയം ഈ മാധ്യമങ്ങൾക്ക് മുന്നിലൂടെ സാബു എം ജേക്കബ് പോകുമ്പോൾ അപ്രതീക്ഷിതമായ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകുമോ എന്ന ചോദ്യമുണ്ടായിരുന്നു. അതിന് മറുപടിയായി പറഞ്ഞത് താൻ വന്നിട്ടല്ലേ ഉള്ളൂ എന്നാണ്. സാധാരണഗതിയിൽ താല്പര്യമില്ലെങ്കിൽ ഇല്ല എന്ന മറുപടി നൽകാവുന്നതാണ്. പക്ഷേ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് സാബു എം ജേക്കബ് ഈ ഘട്ടത്തിൽ പോകുമോ എന്ന ചോദ്യം കൂടി ഉയർത്തുകയാണ്. ഏതായാലും NDAയുടെ മുതിർന്ന നേതാക്കളിൽ ഒരാളായി തന്നെ സാബു എം ജേക്കബ് മണിക്കൂറുകൾക്കുള്ളിൽ മാറി എന്നതാണ് ഇന്നത്തെ NDAയുടെ പ്രധാനമന്ത്രിയുടെ പരിപാടിയുടെ വേദി കണ്ടാൽ മനസ്സിലാവുക റോഷ്നി.